നമസ്കാരം. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരാൻ ഇനി കഷ്ടിച്ച് ഒരാഴ്ച മാത്രമാണുള്ളത്. തങ്ങൾ മൂന്നാം വട്ടവും അധികാരത്തിൽ വരുമെന്നാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും ഇടത് സൈബർ ഇടങ്ങളുമൊക്കെ ഉറച്ച ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നത്. പക്ഷേ കേരളത്തിലെ ജനങ്ങളുടെ ഉറച്ച വിശ്വാസം ഇനി ഒരിക്കൽ കൂടി LDF സർക്കാർ അധികാരത്തിൽ വരില്ല എന്നാണ്. കാരണം ഇനിയൊരു ഇടതുപക്ഷ ഭരണം താങ്ങാനോ പിണറായി വിജയനെ മുഖ്യമന്ത്രിയായി കാണാനോ ഉള്ള മനക്കരുത്ത് കേരളത്തിലെ ജനങ്ങൾക്കില്ല. പക്ഷേ ഇപ്പോഴും ഉറച്ച ആത്മവിശ്വാസമാണ് ഇടതുപക്ഷ നേതാക്കൾ പ്രകടിപ്പിക്കുന്നത്. തങ്ങൾ പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരും, തങ്ങൾക്ക് ഭരണ തുടർച്ചയുണ്ടാകുമെന്നൊക്കെയാണ് അവർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ തങ്ങൾക്ക് തെറ്റുപറ്റി, ആ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകും എന്നുള്ളൊരു പ്രതീക്ഷയാണ് പ്രകടിപ്പിച്ചിരുന്നതെങ്കിൽ പോലും നമുക്ക് അതിനെ ആ രീതിയിൽ മാത്രം കണ്ടാൽ മതിയായിരുന്നു. എന്നാൽ ഇന്ന് മംഗളം ദിനപത്രത്തിൽ വന്ന ഒരു വാർത്ത, വോട്ടെണ്ണുന്ന 4-ാം തീയതിയുടെ പിറ്റേന്ന് 5-ാം തീയതി തന്നെ സത്യപ്രതിജ്ഞയ്ക്കായി പന്തലിടാനുള്ള ഒരുക്കങ്ങൾ ചെയ്തു കൊള്ളാനാണ് പിണറായി വിജയൻ പറഞ്ഞത് എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പിണറായി വിജയൻ വനവാസത്തിലാണ്. അദ്ദേഹത്തിന് പൈൽസിൻ്റെ ചികിത്സയ്ക്ക് പോയി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് തിമിരത്തിൻ്റെ ചികിത്സയ്ക്ക് പോയി എന്നൊക്കെയുള്ള വിശദീകരണങ്ങൾ MA ബേബിയും MV ഗോവിന്ദനും ഒക്കെ നൽകുന്നുണ്ട്. പക്ഷേ പിണറായി വിജയൻ പൊതുസമൂഹത്തിൽ അതിനുശേഷം വന്നിട്ടില്ല. ആ പിണറായി വിജയനാണ് ഭരണ തുടർച്ചയുണ്ടാകും, അതുകൊണ്ട് വോട്ടെണ്ണൽ കഴിയുന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ സത്യപ്രതിജ്ഞയ്ക്കായി പന്തലിട്ട് ഒരുക്കങ്ങൾ തുടങ്ങാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതെന്തായാലും നമുക്കതിനെ നിസ്സാരമായി തള്ളിക്കളയാൻ കഴിയില്ല. കാരണം പലയിടങ്ങളിലും സ്ട്രോങ് റൂമിനോടനുബന്ധിച്ചുള്ള മുറികൾ തുറന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ ബ്രണ്ണൻ കോളേജിൽ ഹാർഡ് ഡിസ്കിൻ്റെ കപ്പാസിറ്റി തീർന്നതുകൊണ്ട് അവിടെ സ്ട്രോങ് റൂം തുറക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി. അതുപോലെ കോഴിക്കോട്ടും ഇത്തരത്തിലുള്ളൊരു സംഭവമുണ്ടായി. ഇതൊക്കെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ഇപ്പോൾ പിണറായി വിജയനും CPM നേതാക്കളും പറയുന്ന വാദങ്ങളെ നമുക്കങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല. കോഴിക്കോട് വെള്ളിമാട് കുന്ന് JDC ഇസ്ലാം സ്കൂളിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ച സ്ട്രോങ് റൂമിന് തൊട്ടടുത്തുള്ള സ്റ്റോർ റൂമാണ് കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ പേരാമ്പ്ര നിയോജക മണ്ഡലത്തിലെ റിട്ടേണിംഗ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ തുറന്നത്. കൊയിലാണ്ടി, കുന്ദമംഗലം, കോഴിക്കോട് നോർത്ത്, കോഴിക്കോട് സൗത്ത്, പേരാമ്പ്ര, ബാലുശ്ശേരി എന്നീ നിയോജക മണ്ഡലങ്ങളിലെ വോട്ടിംഗ് യന്ത്രങ്ങളാണ് ഈ കേന്ദ്രത്തിൽ സൂക്ഷിച്ചിട്ടുള്ളത്. ഈ മണ്ഡലങ്ങളിലെ UDF സ്ഥാനാർത്ഥികൾ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഡോക്ടർ രത്തൻ കേൽക്കർ, ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് എന്നിവർക്കൊക്കെ പരാതി നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ജോലികളിൽ നിന്ന് റിട്ടേണിംഗ് ഓഫീസറെ മാറ്റി നിർത്തണമെന്നൊക്കെ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ JDT സ്കൂളിലെ പ്രധാന കവാടത്തിൻ്റെ അടുത്ത് എല്ലാ സ്ട്രോങ് റൂമുകളും കാണാനായി പബ്ലിക് വ്യൂയിങ് സെൻറ്റർ സ്ഥാപിച്ചിരുന്നു. സ്ട്രോങ് റൂം നിരീക്ഷണത്തിനായി ഇവിടെ ഉണ്ടായിരുന്ന UDF പ്രവർത്തകരാണ് ഉദ്യോഗസ്ഥർ മുറി തുറക്കുന്നത് ആദ്യം സ്ക്രീനിൽ കണ്ടത്. അവർ UDF ജില്ലാ നേതാക്കളെ വിവരമറിയിച്ചു. കളക്ടറോട് അന്വേഷിച്ചപ്പോൾ പേരാമ്പ്ര മണ്ഡലത്തിൻ്റെ വരണാധികാരിക്ക് അനുമതി നൽകിയിട്ടുണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. ഇതോടെയാണ് മുറി തുറന്ന സംഭവം അന്ന് വിവാദമായത്. പേരാമ്പ്ര മണ്ഡലത്തിലെ പോളിംഗ് രേഖകൾ സൂക്ഷിച്ച സീൽ ചെയ്യാത്ത മുറിയാണ് തുറന്നതെന്ന് പേരാമ്പ്ര റിട്ടേണിംഗ് ഓഫീസർ പറയുന്നു. വോട്ടിംഗ് യന്ത്രങ്ങളോ തപാൽ ബാലറ്റുകളോ സൂക്ഷിച്ച മുറിയല്ല തുറന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. സ്ഥാനാർത്ഥികളുടെയും ഏജന്റുമാരുടെയും സാന്നിധ്യത്തിലാണ് തുറന്നതെന്നാണ് റിട്ടേണിംഗ് ഓഫീസർ വിശദീകരിച്ചത്. അന്ന് UDF LDF പാർട്ടി പ്രതിനിധികളും ഒപ്പം ഉണ്ടായിരുന്നെന്നും വന്നവരുടെ മൊബൈൽ ഫോണുകൾ വാങ്ങിച്ചു വെച്ചിരുന്നുവെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥരും പറയുന്നുണ്ട്. എന്നാൽ സ്ഥാനാർത്ഥികളുടെയോ ചീഫ് ഇലക്ഷൻ ഏജന്റിൻ്റെയോ സാന്നിധ്യത്തിലായിരുന്നില്ല മുറി തുറന്നത് എന്നാണ് UDF നേതാക്കളുടെ വാദം. മുറി തുറക്കുന്ന കാര്യം റിട്ടേണിംഗ് ഓഫീസർ രാവിലെ അറിയിച്ചിരുന്നുവെന്നും എന്നാൽ താൻ എത്തുന്നതിന് മുമ്പേ മുറി തുറന്നിരുന്നു എന്നും പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തെഹ്ലിയും പറയുന്നുണ്ട്. ഹാർഡ് ഡിസ്കിന്റെ കപ്പാസിറ്റി തീർന്നതുകൊണ്ടാണ് തലശ്ശേരി ബ്രണ്ണൻ കോളേജിലെ സ്ട്രോങ് റൂം തുറന്നത് എന്നാണ് അധികൃതർ പറയുന്നത്. എന്നാൽ ഈ കപ്പാസിറ്റി തീരുന്ന കാര്യം നേരത്തെ മുൻകൂട്ടി അറിഞ്ഞുകൂടായിരുന്നു എന്നുള്ള ഒരു ചോദ്യമാണ് UDF ഉയർത്തുന്നത്. അവിടുത്തെ UDF സ്ഥാനാർത്ഥി പറയുന്നത് സ്ട്രോങ് റൂം തുറക്കുന്ന കാര്യം തന്നെ മുൻകൂട്ടി അറിയിച്ചിരുന്നില്ല എന്നാണ്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ CPM നേതാക്കളൊക്കെ പറയുന്ന വാദത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്നുള്ളതാണ്. കാരണം CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നമാണ്. അവരുടെ പാർട്ടി തന്നെ ഇല്ലാതായി പോകും ഇത്തവണ കൂടി ഭരണം കിട്ടാതായി കഴിഞ്ഞാൽ. പക്ഷേ ആ ഭരണം കിട്ടാൻ വേണ്ടി എന്ത് നെറികേടുകളും അവർ കാണിച്ചു കൂട്ടും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്ത് തരം സ്വാധീനം ചെലുത്തിയിട്ടായിരുന്നാലും അവർ ഇത്തരത്തിലുള്ള കൃത്രിമങ്ങളൊക്കെ കാണിക്കാനിടയുണ്ട്. മുമ്പൊക്കെ കള്ളവോട്ട് ചെയ്യുകയായിരുന്നു CPMന്റെ രീതി. പലപ്പോഴും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇത്തരത്തിലുള്ള കള്ളവോട്ടുകളൊക്കെ വളരെ വ്യാപകമായി നടന്നിട്ടുണ്ട്. അതിലൊക്കെ പിടിക്കപ്പെട്ടതും കള്ളവോട്ടുകൾ ചെയ്തിട്ടുള്ളതും കൂടുതലും CPMകാരാണ്. മറ്റുള്ള പാർട്ടിക്കാരൊക്കെ ഇതുപോലെ ഒറ്റ തിരിഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊഴിച്ചാൽ CPMകാരാണ് ഇത്തരത്തിൽ കള്ളവോട്ട് ചെയ്യാൻ യാതൊരു മടിയുമില്ലാതെ ബൂത്ത് പിടുത്തവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നിരുന്നത്. എന്നാൽ ഇക്കാലത്ത് അതൊന്നും സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്തരത്തിലുള്ള ഒരു കൃത്രിമം കാണിച്ചോ അല്ലെങ്കിൽ കാണിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ സംശയിക്കേണ്ടത്. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് പുറത്തു വരുന്ന വാർത്ത, അവിടെ സ്ട്രോങ് റൂം പൊളിച്ച് അവിടുത്തെ EVM മെഷീൻ
എടുത്ത് അതിൽ കൃത്രിമം കാണിക്കാൻ തുടങ്ങുകയും അത് പിന്നീട് പിടിക്കപ്പെടുകയും അത് പിന്നെ രണ്ടാമത് സീൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പിടിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിന് സ്ഥിരീകരണമായിട്ടില്ല. പക്ഷേ കേരളത്തിൽ അത് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് വ്യക്തമല്ല. പക്ഷേ ഇത്തരത്തിൽ പലയിടങ്ങളിലും ഒരു സ്ട്രോങ് റൂം തുറക്കുന്ന ഒരവസ്ഥയുണ്ടായാൽ അതിൽ UDF പ്രതിപക്ഷം ഒരു സംശയം പ്രകടിപ്പിച്ചാൽ അതുപോലെ ഭരണപക്ഷം വീണ്ടും ഇപ്പോൾ നിലവിലുള്ള ഭരണപക്ഷം പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ ഇത്തരത്തിൽ തുടർ ഭരണം ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞാൽ അതിൽ നമ്മൾ ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു. അതിൽ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത്തരത്തിൽ തന്നെയാണ്. എന്തെങ്കിലും ഒരു കൃത്രിമം കാണിച്ചതിന് ശേഷം അവർ വളരെ ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നതായിരിക്കാം. അല്ലെങ്കിൽ നേരായ മാർഗത്തിൽ ഒരിക്കലും പിണറായി വിജയന് ജയിക്കാൻ കഴിയില്ല, ഇടതുപക്ഷത്തിന് ഒരിക്കൽ കൂടി അധികാരത്തിൽ വരാൻ കഴിയില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അതിന് വെറുതെ പുച്ഛിച്ചു തള്ളേണ്ട കാര്യമില്ല. മൂന്നാം വട്ടവും CPM അല്ലെങ്കിൽ ഇടതുപക്ഷം അധികാരത്തിൽ വരും എന്നുള്ളൊരു വാദത്തെ, ഇപ്പം ഗോവിന്ദനൊക്കെ വാദം തുറന്നാൽ വിട്ടിത്തം പറയുന്നവരാണെങ്കിൽ പോലും അത്തരം വാദങ്ങളിൽ നമ്മൾ കളയേണ്ട കാര്യമില്ല. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ വിട്ടിത്തം മാത്രമേ അവർക്കറിയൂ. എന്താണ്, എങ്ങനെയാണ് പറയേണ്ടത്, എവിടെയാണ് പറയേണ്ടത്, എന്താണ് പറയേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊന്നും യാതൊരു ധാരണയും ഇല്ലാത്ത ഒരാളാണ് MV ഗോവിന്ദൻ. ആ ഗോവിന്ദനൊക്കെ മൂന്നാം വട്ടവും അധികാരത്തിൽ വരുമെന്ന് ഉറപ്പിച്ചു പറയണമെങ്കിൽ അതൊരു പക്ഷേ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു കളികൾ അണിയറയിൽ നടന്നിട്ടുള്ളത് കൊണ്ടായിരിക്കാം എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്ന് മാത്രമല്ല, പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത് വോട്ടെണ്ണൽ നടക്കുന്നതിൻ്റെ പിറ്റേന്ന് തന്നെ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊള്ളാനാണ്. അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലൊരു ആശങ്ക തോന്നുന്നത് സ്വാഭാവികമാണ്. എന്തായാലും ആ ആശങ്കയ്ക്ക് അറുതി വരണമെങ്കിൽ വരുന്ന 4-ാം തീയതി വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. അതിനുശേഷം എന്താണ് സംഭവിച്ചത്, അങ്ങനെ എന്തെങ്കിലും മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ തീർച്ചയായും അതിൽ കൃത്രിമം നടന്നിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയേണ്ടിയും വരും.